അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുരാതന കാലം മുതൽ തന്നെ മനുഷ്യർക്കിടയിൽ സ്നേഹവും അഭിവാദ്യവും ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച ടൂളാണ് ഹസ്തദാനം എന്ന് പറയുന്നത്. യാത്ര പുറപ്പെടുമ്പോൾ, പരസ്പരം കാണുമ്പോൾ, തമ്മിൽ തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനൊക്കെ കൈ കൊടുത്ത് പിരിയലൊക്കെ സാധാരണയാണ്. ഇപ്പോൾ ഈ ഒരു ഹസ്തദാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള കാരണം, നിലവിൽ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യ കപ്പ് എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഒമാൻ, UAE തുടങ്ങിയ രാഷ്ട്രങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലെ ഒരു മത്സരമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആ മത്സരത്തിൽ. ടോസ് ഇടുന്ന നേരത്ത് ക്യാപ്റ്റന്മാർ തമ്മിലും മത്സരം കഴിഞ്ഞ സമയത്ത് കളിക്കാർ തമ്മിലും ഹസ്തദാനം ചെയ്യാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് വിവാദം. കോൺഗ്രസ് MP ശശി തരൂർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, പാകിസ്ഥാനോട് ഇത്ര വലിയ നിലപാടാണ് ഇന്ത്യക്ക് ഉള്ളത് എങ്കിൽ ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനുമായിട്ട് ആ കളിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ കളിയിൽ പങ്കെടുത്തു എന്ന സ്ഥിതിക്ക് അവിടെ കളി കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് ഹസ്തദാനം ചെയ്യലൊക്കെ സ്വാഭാവികമാണ്, ചെയ്യണമായിരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് എൻ്റെയും അഭിപ്രായം. കളിയിൽ നമ്മൾ രാഷ്ട്രീയം കയറ്റിയിട്ട് കാര്യമില്ല. ഒരുപക്ഷെ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഇന്ത്യ ഇങ്ങനെയൊരു നിലപാടെടുത്തത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു നയതന്ത്രമായിട്ടുള്ള ഒരു നിർദ്ദേശം ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടുമായിരിക്കാം. എനിവേ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹസ്തദാനത്തിന് ഇസ്ലാം വലിയ പരിഗണന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ പരസ്പരം അഭിവാദ്യം ചെയ്യും. അതിനുപയോഗിക്കുന്ന ടേമാണ് സലാം എന്ന് പറയുന്നത്. ഈ സലാം പറയുന്നതോടൊപ്പം വളരെ പുണ്യമായി കണ്ട ഒന്നാണ് ഹസ്തദാനം ചെയ്യുക, പരസ്പരം കൈ കൊടുക്കുക എന്നുള്ളത്. അതിലൂടെ വലിയൊരു ബോണ്ട് അവർ തമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായി ധാരാളം ഹദീസുകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. രണ്ട് മുസ്ലിം സഹോദരന്മാർ പരസ്പരം കാണുകയും അവർ സലാം പറഞ്ഞ് കൈ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കൈ വിട്ടു പിരിയുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ അവർക്കിടയിൽ നല്ലൊരു ഊഷ്മള ബന്ധം അതുവഴി ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും അപ്രകാരം ഷെയ്ഖ് ഹാൻഡ് ഹസ്തദാനം ചെയ്തതായി നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ കർമ്മമായി തന്നെ, അതിനെ വലിയ പ്രോത്സാഹനം തന്നെ ഇതിന് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇനി ഈ ഹസ്തദാനം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഹൃദ്യമാകാൻ 1-2 ടിപ്പുകൾ നമുക്ക് പങ്കുവെക്കാം. നമ്മുടെ കയ്യിൽ ഒരു സുഗന്ധമുണ്ടെങ്കിൽ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹസ്തദാനം ചെയ്തു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു പരിമളം നമുക്ക് ലഭിക്കും. അത് നമുക്കിടയിൽ നല്ലൊരു ബോണ്ടിനും നല്ലൊരു നാച്ചർ സൃഷ്ടിക്കാൻ അതുകൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പുരുഷന്മാർ തമ്മിൽ കാണുന്നത് പോലെ തന്നെ സ്ത്രീകൾ തമ്മിൽ കണ്ടാലും അവർ സലാം പറയുന്നതോടൊപ്പം ഹസ്തദാനം ചെയ്യൽ സുന്നത്തുള്ള കാര്യമാണ്. എന്നാൽ അന്യ പുരുഷനും തമ്മിൽ ഹസ്തദാനം ചെയ്യൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ഇസ്ലാം വിലക്കിയ കാര്യമാണ്. എന്നാൽ മഹറമുകളായിട്ടുള്ള പുരുഷന്മാർ തമ്മിൽ ഹസ്തദാനം ചെയ്യൽ അത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമാണ്. ഇത്രയാണ് ഇന്ന് പറഞ്ഞു വെച്ച കാര്യം. പൗരാണിക കാലം മുതൽ തന്നെ ഹസ്തദാനത്തിന് വലിയ ഒരു സ്വാധീനം നമ്മുടെ ലോകത്തുണ്ട്. അത് എല്ലാ പോസിറ്റീവായ കാര്യങ്ങൾക്കും ചെയ്യുന്ന നല്ലൊരു സിമ്പലാണ്, നല്ലൊരു ടൂളാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വ്യക്തിവൈരാഗ്യങ്ങളെല്ലാം ഒഴിവാക്കി ഇനി നമ്മൾ ആളുകളെ കാണുമ്പോൾ, നമ്മുടെ സഹോദരങ്ങളെ കാണുമ്പോൾ, മുസ്ലിം ആണെങ്കിൽ സലാം പറഞ്ഞ് കൈ കൊടുക്കുക. ഇനി അമുസ്ലിമീങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആദർശത്തോട്, നമ്മുടെ ആശയത്തോട്, നമ്മുടെ മതത്തോട് യോജിക്കാത്ത ആളുകളാണെങ്കിൽ അവരോട് ഹസ്തദാനം ചെയ്ത് അവരോട് സ്നേഹം പങ്കിടുക. ആരോടും ദേഷ്യവും വിദ്വേഷവും പുലർത്താതെ നല്ല മനസ്സോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.